ഇത് കഴിച്ചവരുടെ അഭിപ്രായം എന്താ അറിയോ? പുറത്തുനിന്ന് വാങ്ങി കഴിക്കുന്നതിലേറെ ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഇതെന്ന്. അപ്പോഴേ ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ലോഡഡ് ഫ്രൈസ് ആണ് കേട്ടോ. എൻ്റെ അനിയത്തിൻ്റെ ഫ്രണ്ട്സ് വന്നപ്പോൾ അവർക്ക് വേണ്ടി ഉണ്ടാക്കി കൊടുത്തതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിത് ചിക്കൻ ഇതുപോലെ സ്ട്രിപ്പായിട്ടാണ് കേട്ടോ കട്ട് ചെയ്തെടുത്തേക്കുന്നത്. അത് നമുക്കൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ കുരുമുളക് പൊടിയാണ്, അത് 1 ടീസ്പൂണോ 1.5 ടീസ്പൂണോ എനിക്ക് ചേർത്ത് കൊടുക്കാം. ചില്ലി ഫ്ലേക്സ് 1.5 ടീസ്പൂണും 1 ടീസ്പൂൺ മുളക് പൊടിയും ഒറിഗാനും പാസ്ലിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് നമുക്കൊരു 1/4 ടീസ്പൂണോളൊക്കെ ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ഇതിലേക്ക് ഞാൻ സ്പെഷ്യലായിട്ടുള്ള മസാല ചേർത്തത് നമ്മുടെ ചിക്കൻ ടിക്ക മസാല ഉണ്ടല്ലോ, അതാണ് കേട്ടോ. അതും പിന്നെ ഇതിലേക്ക് ഒരു ടീസ്പൂണോളം തൈര് കൂടെ ചേർത്തിട്ടാണ് ഇത് നല്ല പോലെ ഞാൻ മിക്സ് ചെയ്തെടുക്കുന്നത്. നല്ല പോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കുറച്ച് നേരം മാറ്റി വെക്കാം കേട്ടോ. അതിലൊക്കെ നന്നായിട്ടൊന്ന് പിടിച്ചോട്ടെ. ഇനി നമുക്ക് ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കിയെടുക്കണം. ഞാനിവിടെ ഓൾറെഡി പാക്കറ്റിൽ വാങ്ങിയതാണ് കേട്ടോ റെഡിയാക്കി എടുക്കുന്നത്. ഇതല്ലാത്ത രീതിയിൽ നിങ്ങൾ ഉണ്ടാക്കുവാണെങ്കിൽ നമ്മൾ ഉരുളക്കിഴങ്ങ് ഇതുപോലെ കട്ട് ചെയ്തതിന് ശേഷം ആദ്യം ഒന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ. നല്ലപോലെ തിളപ്പിക്കില്ല, കുറച്ച് നേരം തിളപ്പിച്ചതിന് ശേഷം അത് ഊറ്റിയെടുത്തിട്ട് പിന്നെ നമ്മളത് നല്ല തണുത്ത വെള്ളത്തിൽ അങ്ങ് ഇട്ട് വെക്കുക. അതിന് ശേഷം നമ്മളത് ഫ്രൈ ചെയ്താൽ നല്ല പോലെ നമുക്ക് ക്രിസ്പി ആയിട്ട് തന്നെ അത് കിട്ടും കേട്ടോ. അപ്പോൾ അത് ഫ്രൈ ചെയ്തതിന് ശേഷം ആ എണ്ണയിൽ തന്നെയാണ് ഞാൻ ചിക്കന് ഫ്രൈ ചെയ്തെടുക്കുന്നത്. നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഇതിലെ മസാലകൾ എന്തെങ്കിലും വ്യത്യാസത്തിൽ നിങ്ങൾക്ക് ചെയ്യണമെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യാം. പക്ഷേ ഒരു പ്രാവശ്യം നിങ്ങൾ ഈ ചിക്കൻ ടിക്ക മസാല ഉപയോഗിച്ചിട്ടൊന്ന് ചെയ്ത് നോക്കൂ കേട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ഒരു വൈറ്റ് സോസ് ഉണ്ടാക്കണം. അതിന് വേണ്ടി ബട്ടർ ഞാൻ പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1.5 ടേബിൾ സ്പൂണോളം മൈദ ചേർത്ത് കൊടുക്കാം. ഈ ബട്ടറും മൈദ നല്ല പോലെ മിക്സ് ആക്കിയതിന് ശേഷം ഈ ഒരു പരുവം വരുമ്പോൾ നമ്മൾ ഇതിലേക്ക് പാൽ ഒഴിച്ച് കൊടുക്കണം. ഞാനിവിടെ ഒരു 1.25 കപ്പോളം പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതുകൂടെ ചേർത്തതിന് ശേഷം ഇതൊന്ന് നമുക്ക് തിളപ്പിക്കാൻ വെക്കണം. ഇതിൻ്റെ കൂടെ തന്നെ നമ്മളിതിലേക്ക് ചീസ് ചേർത്ത് കൊടുക്കാനുണ്ട്. ഞാൻ 2 തരത്തിലുള്ള ചീസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതുപോലത്തെ ചീസിൻ്റെ സ്ലൈസും അതുപോലെ മൊസറല്ലയും മിക്സ് ചെയ്തിട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതലായിട്ട് കിട്ടുന്ന 2 ചീസ് ഇത് തന്നെയാണ് കേട്ടോ. വേറെയും ഒരുപാട് വെറൈറ്റി ചീസ് ഉണ്ട്. അതിൽ ഇഷ്ടമുള്ള ഫ്ലേവർ നിങ്ങൾക്ക് ഇതിലേക്ക് ചേർക്കുന്നെങ്കിൽ അതും ചേർക്കാം കേട്ടോ. നമ്മൾ ചിക്കനിലേക്ക് ഒറിഗാനോ പാസ്ലി ചേർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു വൈറ്റ് സോസിലേക്കും അത് രണ്ടും ചേർക്കണം കേട്ടോ. കൂടെ തന്നെ ചില്ലി ഫ്ലേക്സും ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. 1 ടീസ്പൂണോളം ചില്ലി ഫ്ലേക്സ് ഞാൻ ഇതിലേക്കും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് നമ്മളതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ ഒരു സോസിൻ്റെ പരുവം നിങ്ങൾ കണ്ടല്ലോ, ഈ ഒരു രീതിക്കാണ് കേട്ടോ നമ്മുടെ സോസ് വേണ്ടത്. ഇനി നമുക്ക് ഈ സോസ് നമുക്കവിടെ മാറ്റി വയ്ക്കാം. നമുക്ക് വേറെ ഒന്നും ചെയ്യാനില്ല, ഇതൊന്ന് സെറ്റിങ് ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഇത് സെറ്റ് ചെയ്തെടുക്കുന്നത് നോക്കാം. ആദ്യം നമ്മൾ ഫ്രൈസാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇതൊക്കെ നമുക്ക് എത്രത്തോളം ഇതിലേക്ക് ചേർക്കണം അതൊക്കെ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചേർക്കാം കേട്ടോ. ഫ്രൈസ് കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് അത് കൂടുതൽ ഉണ്ടാക്കിയെടുക്കാം. അതുപോലെ ചിക്കനും ഇതുപോലെ തന്നെ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ എടുക്കാം കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ ഫ്രഞ്ച് ഫ്രൈസ് ചേർത്തു. അതിൻ്റെ മുകളിലായിട്ട് നമ്മുടെ സോസ് ചേർത്ത് കൊടുത്തു. അതിനുശേഷം ചിക്കൻ ഫ്രൈ ചെയ്ത് വെച്ചില്ലേ അത് ചേർത്തതിന് ശേഷം വീണ്ടും വൈറ്റ് സോസ് തന്നെയാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുത്തേക്കുന്നത്. അതിന് ശേഷം വീണ്ടും ഫ്രഞ്ച് ഫ്രൈസ്. ഇങ്ങനെ നമ്മുടെ ഈ ഒരു 3 ഐറ്റവും തീരുന്ന വരെ നമ്മളങ്ങ് സെറ്റ് ചെയ്ത് കൊടുത്താൽ മതിയേ. എന്നിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് ഞാൻ ചില്ലി മയോണാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏത് മയോണൈസാണോ ഉള്ളത് അത് എനിക്ക് ചേർത്ത് കൊടുക്കുക. ചില്ലി മയോണൈസ് ആകുമ്പോൾ കുറച്ചുകൂടെ ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അത് ഞാനിതുപോലെ അതിൻ്റെ മുകളിൽ അങ്ങ് ആക്കി കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം ടൊമാറ്റോ സോസും കൂടെ ഇതിൻ്റെ മുകളിൽ ചേർക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിലേ ഇതുപോലെ കഴിക്കാം. കാരണം അവൻ ഉള്ളവരും ഇല്ലാത്തവരും ഒക്കെ ഉണ്ടാവും. അപ്പോൾ അവനുള്ളവരാണെങ്കിൽ ഇതിൻ്റെ മുകളിൽ കുറച്ചുകൂടെ നമ്മൾ മൊസറല്ല ചീസ് അങ്ങ് വിതറി കൊടുക്കാം. അതിന് ശേഷം അവനിൽ കുറച്ച് നേരം ഒന്ന് വെച്ച് കൊടുക്കാം കേട്ടോ. നമ്മൾ ആ മുകളിൽ ഇട്ട ചീസ് ഉണ്ടല്ലോ അത് മെൽറ്റാവുന്ന രീതിക്ക് അങ്ങ് ബേക്ക് ചെയ്തെടുത്താൽ മാത്രം മതി കേട്ടോ. അതുകൂടെ കഴിഞ്ഞ് ഇതങ്ങ് കഴിക്കണം കേട്ടോ. എൻ്റെ പൊന്നു ഒന്നും പറയാനില്ല, നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പം ഇതുപോലെ നിങ്ങൾ ലോഡഡ് ഫ്രൈസ് ട്രൈ ചെയ്തില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം തന്നെയായിരിക്കും. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിലേ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഈ ഒരു ചാനലിലേക്ക് ആദ്യമായിട്ട് വരുന്നവരുണ്ടാവും. അങ്ങനെയുള്ളവരാണെങ്കിലേ ചാനൽ ഫോളോ ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.